വയനാട്ടിലെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നേരിട്ടിരിക്കുകയാണ്. GD ചാർജ് ഉണ്ടായിരുന്ന ASI ദീപ, സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംഭവം നടന്നത് മണിക്കൂറുകൾക്കകം തന്നെ കണ്ണൂർ റേഞ്ച് IGക്ക് വയനാട് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ജാഗ്രതാക്കുറവുണ്ടായി എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. അമ്പലവയലിൽ നെല്ലാച്ചിറയിൽ പുതിയപ്പാടി വീട്ടിൽ ഗോകുലാണ് കഴിഞ്ഞ ദിവസം രാവിലെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്ന ഗോകുൽ 7:45ഓടെ ശൗചാലയത്തിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടെന്നും 8 മണിയായിരുന്നിട്ടും യുവാവ് പുറത്തു വരാതിരുന്നതിനാൽ തന്നെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് പരിശോധിച്ചപ്പോഴാണ് ധരിച്ചിരുന്ന ഫുൾ കൈ ഷർട്ട് ഊരി ശൗചാലയത്തിലെ ഷവറിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഉടൻ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഗോകുൽ ശുചിമുറിയിലേക്ക് പോയ ശേഷം മടങ്ങിയെത്താൻ വൈകിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്നായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഗോകുലിന്റെ ആത്മഹത്യ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ്. കസ്റ്റഡി മരണമായതിനാൽ മജിസ്ട്രേറ്റിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും ഗോകുലിനെയും ദിവസങ്ങൾക്ക് മുമ്പാണ് നാട്ടിൽ നിന്നും കാണാതായത്. ഈ കേസിലാണ് ഗോകുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിങ്കളാഴ്ച ഇരുവരെയും കോഴിക്കോട് ബീച്ചിൽ വെച്ച് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. തുടർന്ന് കോഴിക്കോട് വനിതാ സെല്ലിൽ ഹാജരാക്കിയ ഇരുവരെയും പിന്നീട് കൽപ്പറ്റ സ്റ്റേഷനിൽ എത്തിച്ചു. തുടർന്ന് ഇരുവരുടെയും വീട്ടുകാരെ വിവരം അറിയിക്കുകയും രേഖകളുമായി വരാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും പെൺകുട്ടിയെ സഖി സെന്ററിലും ഗോകുലിനെ കസ്റ്റഡിയിലും വെച്ചുവെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ഗോകുലിനെ ഒരു കേസിലും പ്രതി ചേർത്തിട്ടില്ല എന്നും പോക്സോ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാനാണ് കസ്റ്റഡിയിൽ വെച്ചതെന്നും 2 വീട്ടുകാരും വിവരം അറിയിച്ചതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്.